സംഭവം എന്താണ്? ശക്തിയായി മുട്ടുന്ന സംഭവം എന്താണെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾക്ക് അറിവ് നൽകിയതെന്താണ്? മനുഷ്യൻ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെയും പർവ്വതങ്ങൾ കടയപ്പെട്ട രോമം പോലെയും ആയിത്തീരുന്ന ദിവസം. അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവൻ സംതൃപ്ത ജീവിതത്തിലായിരിക്കും. ആരുടെ തുലാസുകൾ ലഘുവായോ അവൻ്റെ സങ്കേതം ഹാവിയ ആകുന്നു. അവൻ്റെ ഉമ്മ ഹാവിയ ആകുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഫ ഉമ്മുഹു ഹാവിയ, അതിന് അവൻ്റെ സങ്കേതം ഹാവിയാകുന്നു എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. വമാ അദ്റാകമാഹിയ നാറുൻ ഹാമിയ, അത് എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയതെന്താണ്? ചൂടേറിയ തീയാകുന്നു അത്. ഇവിടെ ലോകം അവസാനിക്കുന്ന ദിവസം, ഖിയാമത്ത് നാൾ, അന്ന് സംഭവിക്കാൻ പോകുന്ന അതിഘോരമായ അതിഭീകരമായ ഒരു കലാമിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖാരിയ എന്ന് പറഞ്ഞാൽ കലാമിറ്റി എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻകാരൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഭയങ്കര ശബ്ദമുണ്ടാകുന്ന എന്തോ ഒരു സംഭവം എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു ഞെട്ടിക്കലാണ്. ആരെയാണ് ഞെട്ടിക്കുന്നത്? മുഹമ്മദ് മക്കയിലുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവിടുത്തെ ഖുറൈശികളെ, സ്വന്തം ഗോത്രക്കാരെ ഞെട്ടിക്കാൻ വേണ്ടി മുഹമ്മദ് പറയുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ മക്കയിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകാവസാന നാളിൽ എന്തോ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ അവർ പേടിക്കാൻ പോകുന്നില്ല. അതിനെയൊക്കെയാണ് അന്നത്തെ ആളുകൾ പരിഹസിച്ചത്. ഇനി ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഇവിടെ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് തന്നെ സങ്കല്പിക്കാം. അയാൾക്ക് അയാളുടെ സൃഷ്ടികളായ ഈ മനുഷ്യരെ, ഈ പാവം മനുഷ്യരെ അയാളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, അതല്ലെങ്കിൽ അയാൾക്ക് ഇവരുടെ ആരാധന വേണം എന്ന് പറയാൻ, അതല്ലെങ്കിൽ മറ്റു ദൈവങ്ങൾ വ്യാജന്മാരാണ് അവരെ ആരാധിക്കരുത് എന്ന് പറയാൻ ഈ മനുഷ്യരെ ഇങ്ങനെ ഭയങ്കരമായ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിന്നാലെ നടക്കേണ്ട വല്ല ആവശ്യവും ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനുണ്ടോ? ദൈവം സർവശക്തനും സർവജ്ഞാനിയല്ലേ. ഇദ്ദേഹത്തിന് ഈ മനുഷ്യർക്കൊക്കെ താനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര ലളിതമായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അതൊന്നും ചെയ്യാതെ ഇദ്ദേഹം എന്തിനാണ് ഈ ആളുകളെങ്ങനെ പേടിപ്പിച്ചിട്ടും പിന്നെ അത് കാട്ടിയിട്ടും ഇത് കാട്ടിയും പ്രലോഭിപ്പിച്ചിട്ടും ഒക്കെ പിന്നാലെ ഓടി നടക്കുകയും, എന്നിട്ടും ഇവരാരും ഇത് അംഗീകരിക്കാത്തതിൻ്റെയും വിശ്വസിക്കാത്തതിൻ്റെയും പേരിൽ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും അതിൻ്റെ പിന്നാലെ പിറുപിറുത്തുകൊണ്ടും ഒക്കെ ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു കഥാപാത്രം എത്രമാത്രം പരിഹാസ്യനാണ് എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ സങ്കല്പത്തെ തന്നെ അവഹേളിക്കുകയല്ലേ, കൊച്ചാക്കുകയല്ലേ ചെയ്യുന്നത് ഇവിടെ. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വാപ്പ വന്നിട്ട് നമ്മളോട് പറയാണ്, ഞാനാണടാ നിൻ്റെ വാപ്പ, ഞാനാണ് നിൻ്റെ വാപ്പ എന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ചൂരലെടുത്ത് തല്ലും, വിറകുകൊള്ളിയെടുത്ത് കുത്തും, ഞാൻ സൂചി പഴിപ്പിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിക്കും, ഞാനാണ് എൻ്റെ വാപ്പ എന്ന് വിശ്വസിക്കടാ, വേറെ ആരും എൻ്റെ വാപ്പയല്ല എന്ന് വിശ്വസിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാപ്പാക്ക് നമ്മളെ പിന്നാലെ ഓടി നടക്കേണ്ട വല്ല ഗതികേടുണ്ടോ? വാപ്പത്വം ബോധ്യപ്പെടുത്താൻ മക്കളെ വാപ്പത്വം ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മളാരെയും വാപ്പമാർ നമ്മളെ വാപ്പയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വാപ്പയാണെന്ന് വിശ്വസിക്കാൻ പറയുകയോ, വാപ്പയാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ തല്ലുമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഒരു വാപ്പ മക്കളോട് കാണിക്കേണ്ട സ്നേഹവും വാത്സല്യവും അവർക്ക് നൽകേണ്ട സംരക്ഷണവും എല്ലാം ഒരു വാപ്പയിൽ നിന്ന് കിട്ടുമ്പോൾ, ആ വാപ്പയിൽ നിന്ന് ശരിയായ വാത്സല്യവും സ്നേഹവും കിട്ടുമ്പോൾ നമ്മൾ വളരെ സഹജമായി തന്നെ നമ്മൾ നമ്മുടെ വാപ്പയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വാപ്പായോട് നമുക്ക് സ്നേഹം തോന്നുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹമൊന്നും വാപ്പ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തല്ലിയിട്ടുണ്ടാക്കുന്നതല്ല. ഇതാണ് എൻ്റെ വാപ്പ എന്ന് വിശ്വസിക്കാൻ വേണ്ടി നമുക്കാരും കോത്താമ്പി കാട്ടി പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മിഠായും ബലൂണും തന്നിട്ട് അതിലെ ഐസ്ക്രീം തന്നിട്ട് ഞാനാണ് എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് വാപ്പ മക്കളെ പിന്നാലെ നടക്കാറില്ല. ഇവിടെ ദൈവം എന്ന് പറയുന്ന ഒരു സ്രഷ്ടാവ് താൻ സൃഷ്ടിച്ചു വിട്ട ഈ മനുഷ്യരുടെ പിന്നാലെ ഞാനാണടാ നിങ്ങളെ ദൈവം, ഞാനാണടാ നിങ്ങളുടെ സ്രഷ്ടാവ്, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ മാതിരി കോത്താമ്പി പ്രയോഗങ്ങളും ഈ മാതിരി ഞെട്ടിക്കലും പേടിപ്പിക്കലും ഒക്കെ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്തൊരു കോമഡിയാണിതെന്ന് സാമാന്യ യുക്തി ഉപയോഗിച്ചിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമില്ലേ.
എന്നിട്ട് ഇതൊക്കെ ഒരു പടുപാട്ടായിട്ട് ഇങ്ങനെ പാടുക, ഒരു പ്രാസോപ്പിക്കാൻ വേണ്ടി ഭാഷയെ വികലമാക്കിക്കൊണ്ട് പടുപാട്ട് പാടുന്ന ഒരു വെളിച്ചപ്പാടിനെ ഈ ദൈവം പറഞ്ഞയക്കുക. എന്നിട്ട് മനുഷ്യരോട് പറയുക, ഞാനാണ് പടച്ചോൻ, എന്നെ ആരാധിക്കുക, വേറെ പടച്ചന്മാരെ ആരാധിച്ചാൽ ഞാൻ തീയിലിടും, ആ പടച്ചന്മാരെയും പിടിച്ച് ഞാൻ തീയിലിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ എന്തൊരു കോമഡിയാണ്, എത്ര ബാലിശമായിട്ടുള്ള മനുഷ്യൻ്റെ ഭാവനയാണിതെന്ന് ആലോചിച്ച്. ഇവിടെയാണ് ഞാൻ പറയുന്നത് മുഹമ്മദിൻ്റെ മതം എന്ന് പറയുന്നത് തത്വചിന്താപരമായി ഒരു വട്ടപൂജ്യമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഈ ഖുർആനിലെ തത്വചിന്താപരമായ മഹത്വം കൊണ്ടും മേന്മ കൊണ്ടും ഒന്നും അല്ല ഇസ്ലാം എന്ന മതം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മതമായി മാറിയത്. അതിൻ്റെ ചരിത്രം വേറെയാണ്, അത് വാളിൻ്റെ ചരിത്രമാണ്. അത് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് ഇങ്ങനെ ഒരു ദൂതനെ പറഞ്ഞയച്ച് ഒരു ഇടനിലക്കാരനെ പറഞ്ഞയച്ചിട്ട് തൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം മനുഷ്യനെ പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിച്ച ദൈവത്തിന് ആ പ്രോഗ്രാമിൽ തന്നെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമും കൂടെ ഉൾപ്പെടുത്തിയാൽ പ്രശ്നം തീർന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രകൃതിയെ മനസ്സിലാക്കുന്നത്, പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്, നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ബുദ്ധിയുടെ വരെ ശാസ്ത്രം നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരു സൃഷ്ടിക്ക് പിന്നെ അഡീഷണലായിട്ട് ഇങ്ങനെ മെസ്സേജ് കൊടുത്തയക്കുക, അല്ലെങ്കിൽ കടലാസിൽ എഴുതി കൊടുത്തയക്കുക, കിതാബ് ഇറക്കി കൊടുക്കുക, ഒരു ഇടനിലക്കാരനെ പറഞ്ഞയക്കുക, 2-3 ഇടനിലക്കാരെ തോട്ടികെട്ടി പറഞ്ഞയക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി അങ്ങനെ പറഞ്ഞയക്കുകയാണെങ്കിൽ തന്നെ ആ പറഞ്ഞയച്ചിട്ട് വന്ന ആൾ ഈ കാര്യങ്ങളെ ഒന്ന് വ്യക്തമായിട്ട് ക്രമമായി ഗൗരവമുള്ള വിഷയങ്ങളെ ആവർത്തനമില്ലാതെ ബോറിംഗ് ഇല്ലാതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ടത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ആദ്യം തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ആ പുസ്തകം കൊണ്ടുവന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കി കൊടുത്താൽ പോരെ. അതല്ലാതെ ഇയാൾക്ക് ഇങ്ങനെ ഈ പടുപാട്ട് പാടിക്കൊണ്ട് നടക്കുകയും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്ന പരിപാടിയാണോ?